ഹായ് അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ട് ഇന്ന് ഞാൻ എൻ്റെ വീടൊന്ന് കാണിക്കുകയാണ്. ആദ്യം തന്നെ അടുക്കളയാണ് കാണിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിനു മുൻപ് ഈ കാണുന്ന റൂമാണ് ഞങ്ങളുടെ ആദ്യത്തെ അടുക്കളയായിരുന്നത്. അതുപോലെ തന്നെ ഒരു റൂമും കൂടി അപ്പുറത്ത്. അപ്പോൾ ആ റൂമിലാണ് ഞാൻ ഇത്തത്തി ഉമ്മച്ചും കൂടി ഒരു കട്ടിലിമേൽ കിടന്നിരുന്നത്. പിന്നീട് അടുക്കള കൂട്ടി പണിതതാണ്. ആഴോട് വെച്ചിട്ട് ചെലവ് ചുരുക്കിയിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. ഒരാൾക്ക് കൈ പൊക്കി പിടിച്ചാൽ തൊടാവുന്ന ഹൈറ്റ് ഇതിനുള്ളൂ. ഹൈറ്റ് ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ ചൂട് ഭയങ്കര കൂടുതലാണ്. എന്റെ വാപ്പിച്ചി മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വീട് പണിതത്. ഇതിന്റെ ഹൈറ്റും വലിപ്പും ഒക്കെ ചെറുതായതുകൊണ്ട് തന്നെ ഇത് പണിയുന്ന സമയത്ത് റോട്ടിലൂടെ പോകുന്നവര് കാണുമ്പോൾ ചോദിക്കും, ഇത് മനുഷ്യന്മാർക്ക് താമസിക്കാനുള്ള വീട് തന്നെയല്ലേന്ന്. വീട് വലുതോ ചെറുതോ എന്നുള്ളതല്ല, ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു വീട് കിട്ടുക എന്നുള്ളത് സ്വപ്നവും സ്വർഗവും ഒക്കെയാണ്. കാണുന്നതാണ് നമ്മുടെ ഹാള്. കട്ടിലിട്ടിരിക്കുന്ന ഭാഗത്തും ആദ്യം ബാത്റൂം ആയിരുന്നു. പിന്നീട് ആ ബാത്റൂമിനെ അവിടുന്ന് മാറ്റിയിട്ട് ഹാളിനെ കുറച്ചും കൂടി സൗകര്യമുള്ളതാക്കി. ഇതിന്റെ നിലം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഒട്ടും വൃത്തിയില്ലാന്ന്. വീട് പണിയുമ്പോൾ തന്നെ നിലം കരിയിട്ടപ്പോ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എത്ര തുടച്ചിട്ടാലും അതങ്ങനെ തന്നെയാണ്. അത്യാവശ്യം സൗകര്യമുള്ള നമ്മുടെ ബെഡ്റൂം. ആദ്യം ഇതൊരു ചെറിയ സിറ്റ് ഔട്ട് ആയിരുന്നു, പിന്നീട് റൂമാക്കി മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. എന്റെ കല്യാണത്തിന് മുൻപ് ഒരുപാട് കുട്ടികൾക്ക് ഇവിടെ നിലത്തിരുന്നിട്ടാണ് ഞാൻ ട്യൂഷൻ എടുത്തിരുന്നത്. പിന്നീട് ടേബിളൊക്കെ വാങ്ങിച്ചപ്പോൾ അതിടാനുള്ള സൗകര്യം നമ്മളുടെ ഹാളിൽ ഇല്ലാത്തതുകൊണ്ട് അതിനെ സിറ്റ് ഔട്ടിലേക്ക് മാറ്റി. അവരും കൂടി നിലത്തിരുന്ന് വർത്താനം പറയുന്ന ആ ഒരു സുഖം കൂടി പോയി. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും അടുക്കളയിലേക്ക് വരാം. അടുക്കളയിലും ഷീറ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഒന്നുകൂടെ ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഇവിടെ നിൽക്കാൻ. രാവിലെ നേരത്തെ തന്നെ പണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതിന് പുറത്തേക്ക് ചാടും. ചെറിയ വെയിലായി തുടങ്ങിയാൽ പിന്നെ ഇവിടെ നിൽക്കാനേ പറ്റില്ല. ഓട് വെച്ച റൂം രണ്ടും വാർക്കാന്ന് ആദ്യം വിചാരിച്ചു. അതിപ്പോ എന്തായാലും നടക്കില്ല. അടുക്കളൊന്ന് വാർക്കാന്ന് വിചാരിച്ചപ്പോ അതും നടക്കണില്ല. ഈ ഷീറ്റ് ഇട്ടിട്ട് കുറെ നാളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ നല്ല ചോർച്ചയാണ്. ഈ ഷീറ്റ് മൊത്തമായിട്ടൊന്ന് മാറ്റിയിട്ട് പുതിയ ഷീറ്റ് ഇടാന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഈ ഷീറ്റ് എടുത്തിട്ട് അടുക്കളയുടെ അപ്പുറത്തൊരു ചാച്ചർക്ക് ഉണ്ട്, അതിലേക്ക് മാറ്റാന്ന് വിചാരിച്ചു. അവിടെയുള്ള അടുപ്പൊക്കെ ഒന്ന് തട്ടിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് നല്ലൊരു കുഞ്ഞടുപ്പ് ഉണ്ടാക്കാന്ന് വിചാരിക്കും. പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് കുക്കിംഗ് വീഡിയോസൊക്കെ അവിടെ വെച്ചിടാലോ. നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്.